ആവിയിൽ വേവിച്ചെടുത്ത് വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കുന്ന പലഹാരങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഈ ഒരു പലഹാരം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ ഇതിൻ്റെ ബാറ്ററാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ടൊരു ബൗളിലേക്ക് 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അരിയിലും ധാന്യങ്ങളിലെല്ലാം കുത്തനൊന്നും കയറാതിരിക്കാൻ വേണ്ടി ഇതുപോലെ വെളുത്തുള്ളിയോ അല്ലാന്നുണ്ടെങ്കിൽ വറ്റൽമുളകോ ഇട്ട് വെക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉഴുന്നാണ്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. ഒരു 4 മണിക്കൂറൊക്കെ ഇത് കുതിർക്കാൻ വേണ്ടി വെച്ചാൽ മതിയാകും. ആ ഒരു സമയമാകുമ്പോഴേക്കും തന്നെ ഇത് പാകത്തിന് കുതിർന്ന് കിട്ടിക്കോളും. ഇപ്പോൾ ഇതാ 4 മണിക്കൂർ ഞാനിവിടെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നല്ല പോലെ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം മിക്സറിൻ്റെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചോറാണ്. 3/4 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് ടൈപ്പ് ചോറ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ മട്ടയരിയുടെ ചോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈസ്റ്റ് ഫ്രഷ് ആയിട്ടുള്ള തന്നെ ചേർക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ച് ഈ ഒരു കൂട്ട് തയ്യാറാക്കിയാൽ മതിയാകും. ഈ ഒരു പാകത്തിന് കിട്ടും. ഈ ഒരു കൂട്ട് നമുക്ക് 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിന് പാകത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എരിവ് ഒട്ടും വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളക് സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചമണം നല്ലപോലെ തന്നെ മാറി വരണം. അതുപോലെ തന്നെ സവാളയുടെ കളറൊക്കെ മാറി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകും. ആ ഒരു സമയം വരെയാണ് ഇത് വഴറ്റിയെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ആ ഒരു പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയും മസാല മാത്രമേ ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നുള്ളൂ. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം മസാലകളൊക്കെ ചേർക്കാൻ. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു പച്ചമണക്ക മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 150 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. വേവിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള അളവാണ് 150 ഗ്രാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഒന്ന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കുക്കറിലിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ഒന്ന് കൈ ഉപയോഗിച്ച് പിച്ചെടുത്തിരിക്കുന്നതാണ്. അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ വേവിച്ചപ്പോൾ ബാക്കിയായിട്ട് വന്നിട്ടുള്ള വെള്ളമാണിത്. ആ ഒരു വെള്ളം കൂടെ നമുക്കിതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തന്നെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. ആ ചിക്കൻ്റെ ഫ്ലേവർ സവാളയിലും അതുപോലെ തന്നെ ആ ഒരു മസാലയിലും ഒക്കെ തന്നെ നല്ലപോലെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ ചെയ്തോളൂ. ഇതിപ്പോൾ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ വെള്ളപ്പറ്റൊക്കെ നല്ല പോലെ മാറി ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ മാത്രം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ആ ഒരു പാകത്തിനായിട്ടുണ്ട്. ഒരു മിനിറ്റ് നേരത്തേക്കും കൂടെ ഞാനിവിടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. മസാല പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കൂട്ട് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് 2 മണിക്കൂറായിട്ടുണ്ട്. കൂട്ട് നോക്ക് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. നിങ്ങൾ ഒരുപാട് തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഇത് പൊങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമ്മളുടെ കൂട്ട് കിട്ടേണ്ടത്. ഇനി അത് ഒരുപാട് ഇളക്കി യോജിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പാത്രത്തിലാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു പാത്രം നല്ല പോലെ തന്നെ ആദ്യം ഒന്ന് എണ്ണ തടവി എടുക്കുന്നുണ്ട്. ഈ ഒരു പാത്രത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിൽ നിന്നും ഒരു തവി ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓരോ പാത്രത്തിലേക്കും. അതിനുശേഷം നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ഓരോ തവി കൂട്ട് മാത്രമാണ് ആദ്യം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ആവി കയറ്റാൻ വേണ്ടി വെക്കാം. സ്റ്റീമർ നേരത്തെ തന്നെ ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഈ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
ആ ഒരു സമയമാകുമ്പോഴേക്കും അതൊന്ന് ചെറുതായിട്ട് കുക്കായിട്ട് വരും. ഒരുപാട് കുക്കായി വരണ്ട, ഒന്ന് ചെറുതായിട്ട് സെറ്റായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മസാല ആവശ്യത്തിന് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഈ ഒരു ചിക്കൻ മസാല അത്യാവശ്യം എരിവൊക്കെ ഉള്ള രീതിയിലാണ് ഞാനിപ്പോൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിതുപോലെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും നമ്മൾ കൂട്ടൊഴിച്ച് കൊടുക്കാനാണ് പോകുന്നത്. ഞാൻ വീണ്ടും ഓരോ തവി മാവ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള പാത്രത്തിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടും കുറച്ച് ചിക്കൻ്റെ മസാല ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും, അതുപോലെ തന്നെ രുചിയും കൂടും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിപ്പോൾ എല്ലാ പാത്രത്തിലും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ തന്നെ ആവി കയറ്റിയെടുക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇത് പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ടാകും. ഇതുപോലെ ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കുക. നീറ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം വേണം ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കത്തിയോ അല്ല സ്പൂണോ ഉപയോഗിച്ച് ഒന്ന് ഇതുപോലെ സൈഡ് ഇളക്കിയെടുത്തതിന് ശേഷം കയ്യിലേക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഡീമോൾഡായി കിട്ടിക്കോളും. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഡീമോൾഡ് ചെയ്തെടുക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത്. പക്ഷെ ടാപ്പ് ചെയ്തുമ്പോഴേക്കും നമ്മളുടെ കയ്യിലേക്ക് ഈസി ആയിട്ട് ഡീമോൾഡായിട്ട് വന്നോളും. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല. നിങ്ങളുടെ മനസ്സിൽ എന്താ പേര് വരുന്നതെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതാ നോക്കൂ, ഞാൻ വെറുതെ പറയുന്നതല്ല, ശരിക്കും പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഈ ഒരു രീതിക്ക് തന്നെ തയ്യാറാക്കണം എന്നില്ല. നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ദോശ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ചിക്കൻ മസാല സ്പ്രെഡ് ചെയ്തിട്ടും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വെറുതെ തയ്യാറാക്കിയിട്ട് ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാനും ബെസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.